ആസ് പെർ കസ്റ്റമർ മീറ്റിംഗ്സ് എത്തിക്സ് പ്രകാരം ഈ പൊരി വെയിലത്ത് മീറ്റിങ്ങിന് വന്നയാ മോനെ. ഇതോ പോണെൻ്റെ മാനേജർ. ഈ ചൂടത്ത് മോനെ ചായ കുടിക്കണം. ഇന്ന് 5 മിനിറ്റ് കുണ്ടി ഉറപ്പിച്ചവരോട് തിരിഞ്ഞിട്ടില്ല മോനെ. ഇന്ന് അങ്ങർക്ക് പേ ആയിരുന്നടാ. 1 കഴിയുമ്പം 2, 3, 4 എന്ന് പറഞ്ഞാൽ 5ാമത്തെ ആളെ ഇപ്പം കാണാനായിട്ട് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ദിവസം തീരാൻ 1 മണിക്കൂറും കൂടെ ഉള്ളല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകണമല്ലോ. ഓ പൊന്നു മോനെ, നടുറോട്ടി ഇരുന്ന് വരെ പണിയാടാ. എന്തൊരു ആത്മാർത്ഥതയാടാ എനിക്ക്. ഓ അങ്ങനെ കാണേണ്ടവരൊക്കെ കണ്ടു കഴിഞ്ഞു മോനെ. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോട്ടെ. 6:30 മണിയായി. 9:30 ഇറങ്ങിയതാണോ ഓഫീസിൽ നിന്ന്. ശരി എന്നാ പിന്നെ. താങ്ക് യു. 5 പേരെയാടാ ഞാനിന്ന് കണ്ടത്. അതും ഈ പൊരിഞ്ഞ വെയിലത്ത്. ഈ പൊരിഞ്ഞ വെയിലത്ത് കാണാൻ പോയതും പറഞ്ഞിട്ട് അവന്മാരുടെ കൂടെ കുടിച്ചതോ നല്ല ചൂട് ചായ. അതിലൊരുത്തിന് പോലും നാരങ്ങോളം മേടിച്ചു തരാൻ തോന്നിയില്ല. പക്ഷെ ഞാൻ അവരെ കുറ്റം പറയത്തില്ലടാ. കാരണം ആ 5 പേരും അവരുടെ കാശിനാണ് ചായ മേടിച്ചത്. ആസ് പെർ നമ്മുടെ റൂൾസ് ചുമ്മാ കിട്ടുന്ന സാധനം നമ്മളങ്ങനെ വേസ്റ്റ് ആക്കൂലല്ലോടാ. അതുകൊണ്ട് എടുത്താൽ കുടിച്ചു മോനെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ് പെർ കസ്റ്റമർ മീറ്റിംഗ്സ് എത്തിക്സ് പ്രകാരം, പിന്നെ എൻ്റെ ഗുരുക്കന്മാരുടെയും പ്രകാരം, മീറ്റിംഗ് സമയത്ത് കസ്റ്റമർ എന്തെങ്കിലും ഓഫർ ചെയ്താൽ എനിക്കത് വേണ്ട, എനിക്കിത് മതി എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ചായ തരാൻ നേരത്ത് വേണ്ട എനിക്ക് ചൂടല്ലേ, ഷാർജ വേണം, നാരങ്ങ വെള്ളം വേണമെന്ന് പറയാൻ പറ്റുമോടാ? ഇല്ല. അതുകൊണ്ട് കിട്ടിയതും കുടിച്ചുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു മോനെ. അപ്പോൾ ശരി, ഇന്നത്രേ ഉള്ളൂ. നാളെ ഇതൊക്കെ തന്നെ ആയിരിക്കും. രാവിലെ എഴുന്നേക്ക്, ഓഫീസിൽ പോവുക, പട്ടിപ്പണി എടുക്കുക, വരിക, ഓഫീസിൽ പോവുക, പണിയെടുക്കുക, വരിക, ഓഫീസിൽ പോവുക, പണി. എന്തുവാടാ പട്ടി ഇങ്ങനെ വരയ്ക്കുന്നത്? അപ്പുറത്തെ അയലോക്കത്തിലേതോ കള്ളം കയറി മോനെ. ഭയങ്കര കുര. ശരി എന്നാ കിടന്ന് ഉറങ്ങട്ടെ. ഈ ചൂടത്ത് എനിക്ക് തോന്നുന്നു 80% ആണുങ്ങളും രാത്രിയിൽ ഷർട്ട് ഉരുട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ബാക്കി 15% ആണുങ്ങൾ നിക്കറും ഷർട്ടും ഉരുട്ടായിരിക്കും കിടക്കുന്നത്. ബാക്കി 5% കാര്യം എനിക്കറിയത്തില്ല മോനെ. അപ്പോൾ ശരി എന്നാ, നാളെ കാണാം. ബൈ.